أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. കലാപകലുഷിതവും സംഘർഷഭരിതവുമായ ആധുനിക ലോകം ധാർമ്മികമായ അധപതനത്തിൻ്റെയും നൈതിക മൂല്യങ്ങളുടെ ലംഘനങ്ങളുടെയും വേദിയായി മാറിയിരിക്കുകയാണ്. ആഗോളവൽക്കരണത്തിൻ്റെ ഇന്നിൽ ലോകം ഒരു പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് ചേർന്നിട്ടുണ്ട് എങ്കിലും മനുഷ്യനിൽ നിന്ന് വിദൂരപ്പെട്ട് നിൽക്കുകയും സൃഷ്ടാവായ ദൈവത്തിൽ നിന്ന് അകന്നുകൊണ്ട് ദൈവനിരാസത്തിൻ്റെ പ്രചാരകരായി മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. രാഷ്ട്രീയവും സാമ്പത്തികവുമായ അസ്ഥിരതയും സാമൂഹിക അനീതിയും പണത്തിൻ്റെയും അധികാരത്തിൻ്റെയും ദുർവ്യയവും നഗ്നമായ അഴിമതി, ചതി, വഞ്ചന, ലൈംഗിക ചൂഷണങ്ങൾ, മദ്യത്തിൻ്റെയും ലഹരി മരുന്നുകളുടെയും സുലഭമായ വിനിയോഗം എന്നിങ്ങനെ എല്ലാ അധാർമിക പ്രവർത്തനങ്ങളും പ്രവണതയും മനുഷ്യരാശിയുടെ വർത്തമാനകാലത്തെയും ഭാവിയെയും ഒരുപോലെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. കുടുംബങ്ങളിലും രാഷ്ട്രങ്ങളിലും അസ്വസ്ഥതകൾ വർദ്ധിച്ചു വരുന്നു. സമാധാനം തീർത്തും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. പരസ്പരമുള്ള വിശ്വാസമില്ലാതാവുകയും ഒന്നിലും മനുഷ്യന് തൃപ്തിപ്പെടാൻ സാധിക്കാതെ ഇരിക്കുകയും ചെയ്യുന്ന അസ്വസ്ഥതയുടെയും അസ്ഥിരതയുടെയും മാനസിക പിരിമുറുക്കത്തിൻ്റെയും വിദ്വേഷവും വിരോധവും നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്നതിൻ്റെയും കൂടി ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. ഈ ആധുനിക കാലഘട്ടത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല മുൻകൂട്ടി നമുക്ക് നൽകിയിരിക്കുന്ന താക്കീതാണ് ഞാൻ ആരംഭത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ അസറിലെ വചനങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അല്ലാഹു പറയുന്നു, വല്ലസർ, കാലത്തെ കൊണ്ട് സത്യം, ഇന്നൽ ഇൻസാന ലഫീ ഖുസർ, തീർച്ചയായും മനുഷ്യൻ വലിയ നഷ്ടത്തിൽ തന്നെയാണുള്ളത്. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി, ആരാണോ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നത്, വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബർ, ക്ഷമ പാലിച്ചുകൊണ്ട് സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നത്, അവർക്ക് മാത്രമേ ആത്യന്തികമായ സമാധാനം ലഭിക്കുകയുള്ളൂ എന്നാണ്. അല്ലാഹു തആല മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ഉദ്ദേശ്യമായിക്കൊണ്ട് തന്നെ പറഞ്ഞിരിക്കുന്നത് അള്ളാഹുവിനോടുള്ള കടമകൾ നിറവേറ്റുകയും മനുഷ്യരാശിയോടുള്ള കടമകൾ നിറവേറ്റുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തിലാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ഇതിനെ സംബന്ധിച്ച് പറയുന്നു, പരിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങളുടെ ആകെ തുക രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഏകദൈവമായ അള്ളാഹുവിനെ തിരിച്ചറിയുകയും അവനെ അറിഞ്ഞ് ആരാധിക്കുകയും അവൻ്റെ സിഫത്തുകളെ പൂർണ്ണമായി ഉൾക്കൊള്ളുകയും ചെയ്യുക. രണ്ടാമത്തേതായിക്കൊണ്ട് മനുഷ്യരാശികളോട് ദയാവായ്പോടുകൂടി പെരുമാറുക, സഹജീവികളോട് കാരുണ്യം കാണിക്കുക എന്നിവയാണ്. മനുഷ്യൻ തൻ്റെ കേവല ആനന്ദത്തിന് വേണ്ടി, തൻ്റെ ഭൗതിക സുഖഭോഗങ്ങൾക്ക് വേണ്ടി തൻ്റെ മുഴുവൻ അധ്വാനങ്ങളും പരിശ്രമങ്ങളും ചെലവഴിക്കുമ്പോൾ അവൻ ഈ അടിസ്ഥാനപരമായ ലക്ഷ്യത്തിൽ നിന്നും അകന്നുകൊണ്ടേയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് നമ്മളെയും നമ്മുടെ സന്താനങ്ങളെയും സുരക്ഷിതമാക്കണമെങ്കിൽ അള്ളാഹുവുമായിക്കൊണ്ട് നമ്മളെ ബന്ധിപ്പിക്കുക എന്നത് മാത്രമാണ് ഒരേ ഒരു പോംവഴിയായിട്ടുള്ളത്. ഇന്നി വഹാഫിദു കുല്ല മൻ ഫിദ്ദാർ, ആരാണോ ഈ ഭവനത്തിൽ പ്രവേശിക്കുന്നത് അവൻ സമാധാനത്തിലായിരിക്കുമെന്ന് അള്ളാഹു ഹദ്റത്ത് മസീഹ് മഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് വാഗ്ദാനം ചെയ്യുന്നു. മറ്റൊരു ഇൽഹാമിൽ
അല്ലാഹു തആല പറയുന്നു, മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അഭിസംബോധന ചെയ്തുകൊണ്ട്, വല്ലാഹി ഇന്നി ഗാലിബുൻ തയദ്ഹറു ഷൗഖതി, തീർച്ചയായും എൻ്റെ പ്രതാപം ലോകമെങ്ങും വ്യാപിക്കുകയും ഞാൻ വിജയിക്കുകയും ചെയ്യുന്നതാണ്. വകുല്ലുൻ ഹാലിക്കുൻ ഇല്ലാ മിൻ ഖഅദ ഫീ സഫീനതി, എൻ്റെ ഈ സംരക്ഷണ വലയത്തിൽ, എൻ്റെ ഈ നൗകയിൽ ആരാണോ പ്രവേശിക്കുന്നത് അവരൊഴികെ എല്ലാം തന്നെ നശിച്ചു പോകുന്നതാണ് എന്ന് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു തആല ഇൽഹാം മുഖേന അറിയിക്കുകയുണ്ടായി. അപ്പോൾ സമ്പൂർണമായ നിലയിൽ ഈ കാലഘട്ടത്തിൽ അള്ളാഹു നിയോഗിച്ചയച്ച ആ ഇമാമിനെ തിരിച്ചറിഞ്ഞ് വിശ്വസിക്കുകയും ഈ ജമാഅത്തുമായി നമ്മളെ പരിപൂർണമായി ബന്ധിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആധുനിക ലോകത്തുള്ള മുഴുവൻ കുഴപ്പങ്ങളുടെയും മുഴുവൻ ഫിത്നകളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഏക രക്ഷാകവചമായിക്കൊണ്ട് നമുക്ക് മുമ്പിലുള്ളത്. ഒരു വിശ്വാസിയുടെ ജീവിതം സമ്പൂർണമായ നിലയിൽ അള്ളാഹുവിന് വഖഫ് ചെയ്ത നിലയിലായിരിക്കണം. അവൻ്റെ ജീവൻ, അവൻ്റെ സമ്പത്ത്, അവൻ്റെ അഭിമാനം, ഇതൊക്കെയും തന്നെ അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കാൻ അവൻ സദാ സന്നദ്ധനായിരിക്കണം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്യുകയുണ്ടായി, മൻ തഫഖഹു ഫീ ദീനില്ലാഹ്, ആരാണോ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി തന്നെ സമർപ്പിക്കുന്നത്, ഫകഫാഹുല്ലാഹു തആല മുഹിമ്മഹു, അല്ലാഹു തആല അവൻ്റെ സകല ഉദ്ദേശങ്ങളെയും നിറവേറ്റുന്നതാണ്. ഫയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ പ്രതീക്ഷിക്കാത്ത മാർഗങ്ങളിലൂടെ അള്ളാഹു അവന് റിസ്ക്കുകൾ നൽകുന്നതാണ്. മുസ്നദ് അഹമ്മദിൽ വന്നിട്ടുള്ള മറ്റൊരു നിവേദനത്തിൽ പറയുന്നു, മൻ ഷാബ ഷീബത്തുൻ ഫീ സബീലില്ലാഹ് കാനത്ത് ലഹു നൂറൻ യൗമൽ ഖിയാമ, തൻ്റെ യൗവന കാലഘട്ടം അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ആരാണോ സമർപ്പിക്കുന്നത് അവന് ഖിയാമത്ത് നാളിൽ ഒരു സവിശേഷമായ നൂറ് കൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്നതാണ് എന്ന്. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, നമ്മുടെ പൂർവ്വപിതാക്കൾ അവർ ഈ ജമാഅത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള സാമ്പത്തികവും ശാരീരികവുമായ ത്യാഗങ്ങളുടെ ഫലമായി കൊണ്ടാണ് ഇന്ന് കാണുന്ന നിലയിലേക്ക് ജമാഅത്ത് വളർന്നിട്ടുള്ളത്. ഇപ്പോഴും കോഴിക്കോട് ജമാഅത്തിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകൾ ചെയ്തിട്ടുള്ള ത്യാഗങ്ങൾ, അവരുടെ ഉദാത്തമായ സേവനങ്ങൾ, അതൊക്കെയും കൊണ്ട് തന്നെയാണ് ഇന്ന് കാണുന്ന നിലയിലേക്ക് നമ്മൾ പുരോഗമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളെ തന്നെയും നമ്മുടെ ഭാവി തലമുറയെയും ഈ ജമാഅത്തിനു വേണ്ടി പരിപൂർണമായ നിലയിൽ തങ്ങളുടെ ശരീരം കൊണ്ടും തങ്ങളുടെ ധനം കൊണ്ടും തങ്ങളുടെ സമയം കൊണ്ടും തങ്ങളുടെ സർവ്വതും തന്നെ ജമാഅത്തിനു വേണ്ടി ചെലവഴിക്കാൻ സന്നദ്ധരായിക്കൊണ്ട് നാം വളർത്തിയെടുക്കേണ്ടതാണ്. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മുടെ പുതിയ തലമുറ ഈ ആധുനിക ലോകത്തെ ജനറേഷൻ ഇസഡ് അഥവാ സൂമർ ജനറേഷൻ ഭൗതികമായ ആസക്തികളിൽ, ഭൗതികമായ കാര്യങ്ങളിൽ, നവീന സാങ്കേതിക വിദ്യകളിൽ, സാമൂഹിക മാധ്യമങ്ങളിൽ അവരാശ്രയം കണ്ടെത്തുകയും ദീനിൽ നിന്ന് പിന്നോക്കം പോകുന്ന ഒരവസ്ഥാവിശേഷം സംജാതമായിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. പുതിയ തലമുറ സാങ്കേതിക വിദ്യയിൽ അഗ്രഗണ്യരാണ്. സാങ്കേതിക പരിജ്ഞാനത്തിൽ അവർ നമ്മളെക്കാൾ എത്രയോ മുന്നിലാണ്. ജീവിതത്തെക്കുറിച്ച് വളരെ ലാഘവത്തോടെ നോക്കിക്കാണുകയും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മനഃപൂർവ്വം ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്ന ഒരു തലമുറയാണ് ആധുനിക ലോകത്ത് ഇന്നുള്ളത്. അവർ സ്വയം കേന്ദ്രീകൃതമായിക്കൊണ്ട്, തങ്ങളെ മാത്രം കേന്ദ്രബിന്ദുവാക്കിക്കൊണ്ട്, തങ്ങളുടെ മാത്രം ഉന്നമനത്തിനായി ചിന്തിച്ചുകൊണ്ട്, തങ്ങളുടെ സ്വാർത്ഥതയുടെ പരിപൂർത്തീകരണത്തിനായിക്കൊണ്ട് ഏതറ്റം വരെയും പോകാൻ തയ്യാറുള്ളവരാണ്. അല്ലാഹു തആല മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് ഒരു സമൂഹജീവി എന്ന നിലയിലാണ്. ഒരു സമൂഹം എന്ന നിലയിൽ ഒരു സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കായിക്കൊണ്ട് ഒട്ടനവധി ത്യാഗങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മളുടെ സ്വാർത്ഥ താല്പര്യങ്ങളും നമ്മുടെ സ്വന്തമായ ഇഷ്ടങ്ങളും സമൂഹത്തിന് വേണ്ടി പരിത്യജിക്കുമ്പോഴാണ്
സമൂഹം എന്ന നിലയിൽ നമുക്ക് മുന്നേറാൻ സാധിക്കുന്നത്. എന്നാൽ അതിന് വിരോധമായിക്കൊണ്ട് സ്വാർത്ഥതാപരമായ ജീവിതത്തെ ആസ്വദിക്കുകയും ഈ നവീന സാങ്കേതിക വിദ്യയിൽ സ്വയം സമർപ്പിച്ചുകൊണ്ട് എനിക്ക് എല്ലാം ലഭിക്കണം, എനിക്ക് മാത്രമായിരിക്കണം, എല്ലാം ഉണ്ടായിരിക്കണം. നമ്മൾ ഭൗതികമായ ലോകത്ത് നോക്കുകയാണെങ്കിൽ വളർന്നു വരുന്ന കോർപ്പറേറ്റ് ലോകങ്ങൾ അതിന് ഉത്തമമായ ഉദാഹരണങ്ങളാണ്. നിലവിലുള്ള എല്ലാ ചെറുകിട വ്യാപാര വ്യവസായങ്ങളെയും തകർക്കുകയും മുഴുവൻ കുത്തകയും തൻ്റെ കൈപ്പിടിക്കുള്ളിലാക്കണം എന്ന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു കോർപ്പറേറ്റ് ലോകത്താണ് നമ്മളിന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ കോർപ്പറേറ്റ് ലോകത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന, തങ്ങളുടെ ചിന്തയും തങ്ങളുടെ ശക്തിയും തങ്ങളുടെ ബുദ്ധിയും തങ്ങളുടെ സമയവുമെല്ലാം കോർപ്പറേറ്റ് ലോകത്തിന് അടിമപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്ന ഒരു യുവതലമുറയാണ് വളർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ പ്രയാസങ്ങളോ മറ്റുള്ളവരുടെ തകർച്ചയോ മറ്റുള്ളവരുടെ വേദനകളോ അവർക്ക് കാണാൻ സാധിക്കുന്നില്ല. അവർക്ക് സ്വന്തം ലാഭമുണ്ടാക്കണം, എനിക്ക് കൂടുതൽ സമ്പാദിക്കണം, ഞാൻ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടണം, ഞാൻ വളർന്നു വലിയവനാകണം എന്നുള്ള സ്വാർത്ഥമായ മോഹങ്ങളാണ് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇത്തരം സ്വാർത്ഥമോഹങ്ങൾ മനുഷ്യനെ ഭൗതിക ആസക്തിക്ക് അടിമയാക്കുന്നു. ഭൗതികമായ ആഗ്രഹങ്ങൾ വെട്ടിപ്പിടിക്കുന്നതിന് വേണ്ടി, വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ ഏതറ്റം വരെയും അധപതിക്കുന്നു എന്നാണ് ആധികാരികമായ പല പഠനങ്ങളും സൂചിപ്പിക്കുന്നത്. ഞാൻ സമയക്കുറവ് കാരണം അത്തരം പഠനങ്ങളുടെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. വ്യക്തി സ്വാതന്ത്ര്യം എല്ലാ പരിധികളും ലംഘിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അവകാശം, എൻ്റെ ശരീരം. ഇപ്പോൾ ഇന്നലെ കൂടി ഗ്രീസിൽ മൈ ബോഡി മൈ റൈറ്റ്സ്, സ്ത്രീകൾ പൂർണ്ണനഗ്നരായിക്കൊണ്ട് തെരുവുകളിലിറങ്ങിക്കൊണ്ട് സ്ത്രീകൾ അവരുടെ അവകാശങ്ങൾക്കായി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അവകാശങ്ങൾ എന്താണ്, ഉത്തരവാദിത്തങ്ങൾ എന്താണ് എന്ന ബോധമില്ലാതെ, അതായത് പുരുഷനെ പോലെ ജീവിക്കാനും പുരുഷനെ പോലെ ജീവിതത്തെ ആസ്വദിക്കാനും ഞങ്ങൾക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം വേണം എന്നാണ് ആധുനിക സ്ത്രീകൾ ആവശ്യപ്പെടുന്നത്. അതിന് പ്രധാന കാരണം എന്നുള്ളത് സോഷ്യൽ മീഡിയയുടെ അനിയന്ത്രിതമായ ഉപയോഗവും സോഷ്യൽ മീഡിയ സൃഷ്ടിക്കുന്ന മായാലോകത്ത് അതിൽ ഭ്രമിച്ച് ജീവിക്കുന്നതും കൊണ്ടാണ്. ഹദ്റത്ത് അമീറുൽ മുഅ്മിനീൻ ഖലീഫത്തുൽ മസീഹ് അൽ ഖാമിസ് അയദുല്ലാഹ് തആല ബിൻ നസ്റുൽ അസീസ് പറയുന്നു, സോഷ്യൽ മീഡിയയുടെ എല്ലാ നെഗറ്റീവായ ട്രെൻഡുകളും അതേപോലെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടേ പോവുകയാണെങ്കിൽ നിങ്ങൾ വളരെ വിനാശത്തിലേക്കായിരിക്കും പോയിക്കൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു വിഷയം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ വീണ്ടും അതിനോട് അനുബന്ധമായ കൂടുതൽ വിഷയങ്ങൾ വരികയും നിങ്ങളുടെ താല്പര്യങ്ങൾ മാത്രമാണ് മുഴുവൻ ലോകത്തിൻ്റെയും താല്പര്യങ്ങളെന്ന് മനസ്സിലാക്കുകയും അതിൽ നിങ്ങളെ പൂർണ്ണമായും അകപ്പെടുത്തുകയും ചെയ്യുന്നു. നിങ്ങൾ അതിൽ നിന്ന് മോചനം നേടിക്കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള മോശമായ കാര്യങ്ങളാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അത് പൂർണ്ണമായും ഒഴിവാക്കുക. മറിച്ച് സോഷ്യൽ മീഡിയയുടെ എണ്ണിയാലൊടുങ്ങാത്ത ഗുണങ്ങൾ, നവീന സാങ്കേതിക വിദ്യകളുടെ നല്ല വശങ്ങൾ നിങ്ങൾ പൂർണ്ണമായ രീതിയിൽ പ്രയോജനപ്പെടുത്തുക എന്ന് ഹുസൂർ തിരുമേനി പറയുന്നു. സോഷ്യൽ മീഡിയയിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണ് എന്ന് വിശ്വസിക്കുകയും അതിനെ അന്ധമായി ന്യായീകരിക്കുകയും എല്ലാ ട്രെൻഡുകളെയും നിരുപാധികം പിന്തുടരാൻ താല്പര്യപ്പെടുകയും അവർ ചെയ്യുന്നു. അത് മനുഷ്യനെ വലിയ നിരാശയിലേക്കും, കാരണം അവർ കാണുന്ന ആ മായാലോകം അവർക്ക് പ്രാപിക്കാൻ കഴിയില്ല എന്ന ബോധം വരുമ്പോൾ തീർത്തും നിരാശയിലേക്കും പരാജയത്തിലേക്കും അവർ എത്തുന്നു. സോഷ്യൽ മീഡിയ വ്യക്തമായ രീതിയിൽ മതനിരാസത്തിനായി പ്രോത്സാഹിപ്പിക്കുന്നു. മതങ്ങളെല്ലാം മോശങ്ങളാണ്. ഇന്ന് ലോകത്തിലുള്ള സകല പ്രശ്നങ്ങൾക്കും കാരണം മതമാണ് എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡ് ചെയ്യപ്പെടുന്നു. അത് നമ്മുടെ യുവാക്കൾ അന്ധമായി വിശ്വസിക്കുകയും അവർ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ് എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ചും ഇസ്ലാമിനെതിരിൽ നടക്കുന്ന വ്യാപകമായ പ്രചാരണങ്ങൾ, ഇസ്ലാമിനെതിരിൽ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പ്രചാരണങ്ങൾ, പച്ചക്കളവുകൾ, അതൊക്കെയും ശരിയാണ് എന്ന് പലപ്പോഴും തെറ്റിദ്ധരിച്ചു പോകുന്നു. പലപ്പോഴും ഇസ്ലാമികമായ പേരുകളിൽ പല സൈറ്റുകളും, ഉദാഹരണത്തിന് answeringislam.com എന്നൊരു സൈറ്റുണ്ട്, ആധികാരികമായ ഇസ്ലാമിക ലേഖനങ്ങൾ ലഭിക്കുന്ന ഒരു സൈറ്റാണ്. സമാനമായ പേരിൽ തന്നെ ആൻസറിങ് ഇസ്ലാം ഡോട്ട് കഴിഞ്ഞ ചെറിയൊരു ഹൈഫനോട് കൂടി
ജൂതന്മാർ നിർമ്മിച്ച ഒരു സൈറ്റ് കൂടിയുണ്ട്. അത്തരം സൈറ്റുകളിൽ വ്യാജമായി നിർമ്മിക്കപ്പെട്ട ഖുർആൻ വചനങ്ങൾ, വ്യാജമായ ഹദീസുകൾ, വ്യാജമായ ചരിത്രങ്ങൾ, ഇസ്ലാമിക അധ്യാപനങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് നമുക്ക് മുമ്പിൽ സമർപ്പിക്കപ്പെടുകയും യുവാക്കൾ എന്താണ് പെട്ടെന്ന് ഇത്തരം ആക്ഷേപങ്ങളൊക്കെ കാണുമ്പോൾ ഗൂഗിൾ ചെയ്ത് നോക്കുന്നു. ഗൂഗിളിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ വിവരങ്ങളും ശരിയായതാണ് എന്നവർ തെറ്റിദ്ധരിക്കുന്നു. എന്നാൽ പലപ്പോഴും ഗൂഗിൾ ട്രെൻഡിനനുസരിച്ചുകൊണ്ട് തെറ്റായ വിവരങ്ങൾ നമുക്ക് ലഭ്യമാക്കുകയും അതൊക്കെയും ശരിയാണ് എന്ന് നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഏതെങ്കിലും കാര്യത്തിൽ സോഷ്യൽ മീഡിയയിൽ ഇസ്ലാമിനെതിരിലോ അല്ലെങ്കിൽ മറ്റ് പ്രചാരണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആധികാരികമായി അതിനെ സംബന്ധിച്ച് അറിവുള്ള ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരോട് അതിനെ സംബന്ധിച്ച് അഭിപ്രായം തേടുകയും അതിൻ്റെ ശരിയേത് തെറ്റേത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. അപ്പം അതിന് ഏറ്റവും വലിയ ഉദാഹരണം 3 ദിവസം മുമ്പ് മൗലവി ഉസാം മുഹമ്മദ് ഷഫീഖ് സാഹിബ് അദ്ദേഹം ദ ലൈറ്റിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നു. വളരെ പ്രസക്തമായ കാലിക പ്രസക്തമായ ഒരു ലേഖനമാണ്. ആ ലേഖനം ഓരോ യുവാക്കളും നിർബന്ധമായും വായിച്ചിരിക്കേണ്ടതാണ്. ആ ലേഖനത്തിൽ ഇസ്ലാം ഒരു തീവ്രവാദത്തിൻ്റെ മതമാണ്, ലോകത്ത് നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പിന്നിലെല്ലാം ഇസ്ലാമാണ് എന്ന രീതിയിൽ പ്രചരിക്കുന്നതിൻ്റെ വാസ്തവം എന്താണ് എന്ന് വളരെ ആധികാരികമായ പഠനങ്ങളുടെ വെളിച്ചത്തിൽ ആ ലേഖനത്തിൽ അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. ഉദാഹരണത്തിന് 98% തീവ്രവാദ അക്രമങ്ങൾ നടക്കുന്നത് 2007-നും 2023-നും ഇടയിൽ നടന്ന 98% തീവ്രവാദ പ്രവർത്തനങ്ങളും നടന്നത് രാഷ്ട്രീയ കക്ഷികളായിരുന്നു അതിന് പിന്നിലെന്ന് ആധികാരികമായ രേഖകൾ തെളിയിക്കുന്നു. അപ്പോൾ പൊതുവിൽ പറയുന്നൊരു കാര്യമാണ്, ഓൾ മുസ്ലിംസ് ആർ നോട്ട് ടെററിസ്റ്റ്. എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല, പക്ഷേ എല്ലാ തീവ്രവാദികളും മുസ്ലിങ്ങളാണ് എന്ന്. ഒരു സമയത്ത് സോഷ്യൽ മീഡിയ ആദ്യമായി ഉപയോഗിക്കുന്ന കാലഘട്ടത്തിൽ എനിക്ക് പോലും തോന്നിയിട്ടുണ്ട്, പലപ്പോഴും നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാകാം, പത്രമാധ്യമങ്ങളിൽ എന്ത് കൊള്ളരുതായ്മ വന്നാലും എന്ത് മോശമായ പ്രവർത്തനങ്ങൾ വന്നാലും അതിന് പിന്നിൽ ഒരു മുസ്ലിം പേരുണ്ടാകും, അല്ലെങ്കിൽ ഒരു മുസ്ലിമായിരിക്കും അത് ചെയ്തിരിക്കുക എന്ന ഒരു ട്രെൻഡ് ഒരു കാലത്തുണ്ടായിരുന്നു. പക്ഷേ ഈ ലേഖനത്തിൽ വളരെ വ്യക്തമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, മീഡിയ ഏത് രീതിയിലാണ് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇസ്ലാമിനെതിരിൽ വരുന്ന ആരോപണങ്ങളെ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഉൾപ്പെടുന്ന പ്രവർത്തനങ്ങളെ വളരെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുകയും അത്തരം പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ വ്യൂവേഴ്സിനെ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഒരു സാധാരണ വാർത്തയ്ക്ക് കിട്ടുന്നതിനേക്കാൾ 316 മടങ്ങ് അധികം 316% അധികം വ്യൂവേഴ്സാണ് ഇസ്ലാമിനെതിരിൽ അല്ലെങ്കിൽ ഒരു മുസ്ലിം പേരോട് ചേർത്തുകൊണ്ട് ഒരു വാർത്ത വരുമ്പോൾ ലഭിക്കുന്നത്. ഈ അടുത്ത കാലത്ത് NDTVയുടെ ഒരു റിപ്പോർട്ടർ നൽകിയ ഒരു ഇൻ്റർവ്യൂവിൽ അവർ പറയുകയുണ്ടായി, ഒരു പീഡന കേസിൽ 5 പേർ ഉൾപ്പെട്ട ഒരു പീഡന കേസാണ്. അതിൽ 5ാമത്തെ പ്രതി ഒരു മുസ്ലിം നാമധാരിയാണ്. അവർ പറയുകയാണ്, ഞാൻ ആ റിപ്പോർട്ട് കൊടുത്തപ്പോൾ TV-യിൽ സ്ക്രോൾ ചെയ്ത് കാണിച്ചത് മുഴുവൻ ഈ 5ാം പ്രതിയെ 1ാം പ്രതിയാക്കിക്കൊണ്ടാണ്. അവൻ യാദൃച്ഛികയാൽ സംഭവവശാൽ അവിടെ കുടുങ്ങിപ്പോയൊരു വ്യക്തി മാത്രമാണ്, അവൻ കുറ്റവാളിയല്ല. എന്നാൽ കുറ്റവാളി ഒരു മുസ്ലിം ആയിരിക്കണം, എങ്കിൽ മാത്രമേ ആ വാർത്തയ്ക്ക് ചർച്ച. നമ്മുടെ കേരളത്തിൽ പോലും വന്ന് ആ രീതിയിലുള്ള ട്രെൻഡുകളും ആ രീതിയിലുള്ള വാർത്തകളുമൊക്കെ ആയിക്കൊണ്ടേ വരികയാണ്. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം, യുവാക്കൾ കൂടുതൽ ദീനീബോധമുള്ളവരായി തീരുക, സോഷ്യൽ മീഡിയ ട്രെൻഡിന് അടിമകളാകാതിരിക്കുക എന്നുള്ളതാണ്. ആധുനിക സമൂഹം നേരിടുന്ന മറ്റൊരു സാമൂഹിക വിപത്ത് അത് വിവാഹത്തോടുള്ള വിമുഖതയാണ്. അതായത് ഒരു ചായ കുടിക്കാൻ ചായക്കട വാങ്ങേണ്ട കാര്യമുണ്ടോ എന്ന രീതിയിലാണ് യുവാക്കൾ ചിന്തിക്കുന്നത്. അപ്പം വിവാഹം എന്നുള്ളത് ധാർമ്മിക ജീവിതത്തിൻ്റെ അടിസ്ഥാനമായി കൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. പരിശുദ്ധ ജീവിതം നയിക്കാൻ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു ഉപാധിയാണ് നിങ്ങൾ വിവാഹം കഴിച്ചിരിക്കുക എന്നുള്ളത്. ഈ ആധുനിക ട്രെൻഡിനൊപ്പം അല്ലെങ്കിൽ ലിബറലിസവും കാരിയറിസവും ഒക്കെ സൃഷ്ടിക്കുന്ന മായാലോകത്തിൽ പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ മാതാപിതാക്കൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കുക. അവർ വിചാരിക്കുന്നത് എൻ്റെ മോള് പഠിച്ച് ഒരു ജോലിയൊക്കെ ആയിട്ട് അവളൊന്ന് സ്റ്റാൻഡായിട്ടൊക്കെ കല്യാണം കഴിച്ചാൽ പോരെ എന്ന്.
സ്ത്രീകൾ പഠിച്ച് ജോലിയൊക്കെ നേടിക്കഴിയുമ്പോൾ അവർ തങ്ങൾ സ്വതന്ത്രരായി, ഞങ്ങൾ ഇൻഡിപെൻഡൻ്റായി എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഒരു പുരുഷൻ പഠിച്ച് ജോലി നേടിക്കഴിഞ്ഞാൽ അവൻ കൂടുതൽ ഉത്തരവാദിത്തമുള്ളവനായി മാറുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും സമൂഹത്തിൽ യുവാക്കൾക്ക് അവരുടെ പഠനങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കാതെ പോകുന്നത് അവർക്ക് മുകളിൽ വരുന്ന ഭാരിച്ച ഉത്തരവാദിത്വവും പ്രതീക്ഷയുമാണ്. അവനവൻ്റെ കുടുംബത്തിലെ അവൻ്റെ പെങ്ങളുടെ കാര്യം നോക്കണം, മാതാപിതാക്കളുടെ കാര്യങ്ങൾ നോക്കണം, സഹോദരൻ്റെ കാര്യം നോക്കണം, മറ്റ് പ്രവർത്തനങ്ങൾക്ക് അനിവാര്യമായ സാമ്പത്തിക സ്രോതസ്സ് അവൻ കണ്ടെത്തണം. അതുകൊണ്ട് തന്നെ പലപ്പോഴും വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ യുവാക്കൾക്ക് സാധിക്കുന്നില്ല. സ്ത്രീകൾ അല്പം കൂടി അവർക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് കൊണ്ട് കൂടുതൽ വിദ്യാഭ്യാസം നേടാൻ അവർക്ക് സാധിക്കുന്നു. എന്നിട്ട് നല്ലൊരു ജോലിയിലെത്തിക്കഴിഞ്ഞാൽ ഇന്ന യുവാവിന് വിദ്യാഭ്യാസമില്ല, അല്ലെങ്കിൽ അവന് ഞാൻ ഉദ്ദേശിക്കുന്ന ഗ്ലാമറില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിവാഹബന്ധങ്ങൾ മുടക്കുന്ന ഒരു ട്രെൻഡ് സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. നമ്മുടെ ജമാഅത്തിലും അതിൻ്റെ സ്വാധീനം ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് നിരാകരിക്കാൻ വയ്യ. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യം, യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ നടക്കുന്ന ട്രെൻഡിനനുസരിച്ച് കൊണ്ട് നീങ്ങുകയാണെങ്കിൽ കുടുംബ ബന്ധങ്ങൾ തന്നെ ശിഥിലമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി മാറി മറിയുന്നതാണ്. അതിന് മനസ്സ് ഒരിക്കൽ ഷിയാക്കളുടെ ഇസ്മായിലി വിഭാഗത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഹുസൂർ പറയുന്നു, ഈ ഷിയാക്കളുടെ ഇസ്മായിലി വിഭാഗത്തിലുള്ള പെൺകുട്ടികൾ അവർ വളരെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്, ഉന്നത വിദ്യാഭ്യാസം നേടിയവരാണ്. പക്ഷേ ആ സമൂഹത്തിലെ ആൺകുട്ടികൾ താരതമ്യേന വിദ്യാഭ്യാസം കുറഞ്ഞവരാണ്. അപ്പോൾ ആ ഇസ്മായിലി വിഭാഗത്തിലെ പെൺകുട്ടികൾ ഈ യുവാക്കളെ വിവാഹം കഴിക്കാൻ തയ്യാറാകുന്നു. കാരണം അവർ പ്രാമുഖ്യം നൽകുന്നത് ദീനിനാണ്. ആ യുവാവിന് വിദ്യാഭ്യാസമുണ്ടോ സൗന്ദര്യമുണ്ടോ എന്ന് നോക്കുന്നതിൽ പരം അവർ നോക്കുന്നത് ഇവന് ദീനീപരമായിട്ട് അടുപ്പമുണ്ടോ, ഇവൻ എൻ്റെ വിഭാഗത്തോട് ചേർന്ന് നിൽക്കുന്നു. അതിൻ്റെ ഗുണമെന്താണ്? ഭാവിയിൽ അവർക്ക് ജനിക്കുന്ന സന്താനങ്ങൾ ആത്മീയമായും ഭൗതികമായും പരിഷ്കരണത്തോടു കൂടി ജനിക്കുന്നു എന്ന് ഹുസൂർ തിരുമനസ് പറയുകയുണ്ടായി. അപ്പം കുറച്ചൊക്കെ വിട്ടുവീഴ്ചകൾക്ക് നമ്മുടെ യുവാക്കളും തയ്യാറാകേണ്ടതുണ്ട്, നമ്മുടെ യുവതികളും തയ്യാറാകേണ്ടതുണ്ട്. യുവതികൾ അവർ ജോലി കിട്ടിക്കഴിയുമ്പോൾ ഞങ്ങൾ സ്വതന്ത്രരായി എന്നല്ല മനസ്സിലാക്കേണ്ടത്, മറിച്ച് ഇതൊരു ഉത്തരവാദിത്തമാണ്. ഇതൊരിക്കലും ജീവിതം സുഖിക്കാനുള്ളൊരു മാർഗമല്ല. ഒരു പുരുഷൻ പഠിച്ച് ജോലി നേടുന്നത് ജീവിതം സുഖിക്കാൻ വേണ്ടിയല്ല, മറിച്ച് അവൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ വേണ്ടിയാണ്. അപ്പോൾ ആ ദീനിൽ നിന്നും അകന്നു കഴിയുന്നത് കൊണ്ടും ഇത്തരം ലിബറലിസം പോലുള്ള തീർത്തും കുമിളകൾ പോലുള്ള ആശയങ്ങൾ സൃഷ്ടിക്കുന്ന മായാലോകത്ത് നിന്നും ഇത്തരം വ്യാജമായ ചിന്തകൾ മനുഷ്യരിൽ ഉണ്ടാക്കിയെടുക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം, ആത്മീയവും ധാർമ്മികവും സാമൂഹികവുമായ വികാസത്തിന് ഇസ്ലാം നിഷ്കർഷിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് വിവാഹം. അതിൻ്റെ കൃത്യസമയത്ത് സമയബന്ധിതമായി കൊണ്ട് വിവാഹം കഴിക്കുക. അക്കാരണത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ധാർമ്മിക വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതിനായിക്കൊണ്ട് ചിലപ്പോൾ പുരുഷനും ചിലപ്പോൾ സ്ത്രീകൾക്കും ത്യാഗം ചെയ്യേണ്ടതായിട്ട് വരും. മൂന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു വന്നത്, തങ്ങളുടെ ധനം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്നുള്ളതാണ്. നേരത്തെ അധ്യക്ഷ പ്രഭാഷണത്തിൽ അമീർ സാഹിബ് വളരെ വിശദമായ നിലയിൽ തന്നെ സാമ്പത്തിക ത്യാഗത്തിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച്, നമ്മൾ ഒരു വിശ്വാസി ആയിക്കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം, അവൻ്റെ ജീവനും അവൻ്റെ സമ്പത്തും അവൻ്റെ അഭിമാനവും ഇതെല്ലാം നമ്മൾ സമർപ്പിക്കാൻ തയ്യാറാകണം. ഒന്നിനും നമ്മൾ കണക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ആധുനിക ലോകത്ത് നമ്മളെ സ്വയം പരിഷ്കരിക്കണമെങ്കിൽ ത്യാഗങ്ങളിലൂടെ മാത്രമേ പരിഷ്കരണം സാധ്യമാവുകയുള്ളൂ. അല്ലാതെ ട്രെൻഡിന് പുറകെ പോയി കഴിഞ്ഞാൽ വളരെ വിനാശകരമായ ഒരവസ്ഥയിലേക്കായിരിക്കും നമ്മൾ എത്തിച്ചെല്ലുക. ഇപ്പോൾ യൂറോപ്പിലൊക്കെ പഠിച്ച് ഉന്നത നിലവാരം പുലർത്തുന്ന ആളുകളൊക്കെ സംബന്ധിച്ച് നമ്മൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ നമ്മൾ കരുതുന്നത് അവരൊക്കെ വളരെ സന്തോഷത്തിൽ വളരെ സ്വാതന്ത്ര്യത്തോടെ കഴിയുന്നു എന്നൊക്കെയാണ്. പക്ഷേ ശരിയായ രീതിയിലുള്ള പഠനങ്ങൾ, ആധികാരികമായ പഠനങ്ങൾ എന്താണ് പറയുന്നത് എന്ന് ആരും മനസ്സിലാക്കുകയോ ചിന്തിക്കുകയോ ചെയ്യുന്നില്ല. മറിച്ച് സോഷ്യൽ മീഡിയ തീർക്കുന്ന മായാലോകത്തെ മാത്രം അവർ വിശ്വസിക്കുകയും അതുമാത്രം ശരിയാണ് എന്ന് ധരിക്കുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ ത്യാഗങ്ങൾ ചെയ്യാതെ കണ്ട് നമുക്ക് അള്ളാഹുവിൻ്റെ തൃപ്തിയെ കൈവരിക്കാൻ സാധിക്കുകയില്ല. ആ ത്യാഗസന്നദ്ധത,
പുതിയ വളർന്നു വരുന്ന തലമുറയും കാണിക്കേണ്ടതാണ്. ജമാഅത്തിൻ്റെ ആവശ്യങ്ങൾക്കായിക്കൊണ്ട് തങ്ങളുടെ സമയം ചെലവഴിക്കാൻ അവർ തയ്യാറാകേണ്ടതാണ്. ജമാഅത്തിൻ്റെ ഭാരവാഹിത്വം വഹിക്കാനായി പലപ്പോഴും യുവാക്കൾ തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ ആ ജോലികൾ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല. സമാനമായ നിലയിൽ നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകൾ ചെയ്തിട്ടുള്ള സാമ്പത്തിക ത്യാഗങ്ങൾ, ആ ഉന്നതമായ സാമ്പത്തിക ത്യാഗ നിലവാരത്തിലേക്ക് പലപ്പോഴും എത്താൻ ഇന്നത്തെ യുവതലമുറയ്ക്ക് കഴിയുന്നില്ല. അത്തരം ബലഹീനതകളെ നമ്മൾ പരിഷ്കരിക്കേണ്ടതുണ്ട്. അതിനുള്ള ഏക മാർഗം ഞാൻ പറഞ്ഞതുപോലെ, സമയം ഒരുപാട് വൈകിയത് കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്, അള്ളാഹുവിലേക്ക് നമ്മളെ സമ്പൂർണ്ണമായ രീതിയിൽ സമർപ്പിക്കുക. നമ്മുടെ ജീവനും സമ്പത്തും അഭിമാനവുമെല്ലാം ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഇസ്ലാം കാ ജിന്ദാ ഹോന തുംസെ എക് ഫിദിയ ചാഹതാ ഹൈ വോ തുമ്ഹാരാ ഇസി റാഹ് മേ ഖുർബാൻ ഹോനാ ഹൈ. പലപ്പോഴും സാമ്പത്തിക ത്യാഗത്തെപ്പറ്റി പറയുമ്പോൾ ആളുകൾ പറയാറുണ്ട്, ചന്ദാം ഞങ്ങൾ കൊടുക്കണം, തരീഖ് ചെയ്ത് കൊടുക്കണം, വഖഫ് ചെയ്ത് കൊടുക്കണം, നഫ്ലായ ചന്തകൾ കൊടുക്കണം. നിങ്ങൾ ഇതൊക്കെ തന്നെയും കൊടുക്കണം. മസീഹ് മൗഊദ് പറയുന്നത് നിങ്ങൾ മരിക്കണമെന്നാണ്. ഇസ്ലാമിനെ ജീവിപ്പിക്കണമെങ്കിൽ, ഇസ്ലാമിനെതിരിൽ ആഗോളതലത്തിൽ ഇസ്ലാമിനെതിരിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുമ്പോൾ അതിൻ്റെ പ്രതിപ്രവർത്തനം എന്ന നിലയിൽ നിങ്ങൾ മരിച്ചാൽ മാത്രമേ ഇസ്ലാം ജീവിക്കുകയുള്ളൂ എന്നാണ്. നമ്മുടെ അവസാനത്തെ തുള്ളി ചോര വരെ ഇസ്ലാമിന് വേണ്ടി സമർപ്പിക്കാതെ വരേക്കും നമുക്ക് വിജയം ലഭ്യമാവുകയില്ല, അത് ഒരിക്കലും സാധ്യമാവുകയില്ല. ആയതിനാൽ പരിപൂർണമായ നിലയിൽ നമ്മളെയും നമ്മുടെ സന്താനങ്ങളെയും ജമാഅത്തുമായി ബന്ധിപ്പിക്കുക, ഖിലാഫത്തുമായി ബന്ധിപ്പിക്കുക, അതുമാത്രമാണ് നമ്മുടെ ധാർമ്മികമായ ആത്മീയമായ ഉന്നമനത്തിനുള്ള ഏക രക്ഷാകവചം. അല്ലാഹു തആല നമുക്കേവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വബാരിക് വസല്ലിം ഇന്നക ഹമീദും മജീദ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.